ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പമാണ്. വരിക്ക ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ പെട്ടെന്നുള്ള ഒരു റെസിപ്പിയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എന്ന് കാണാം. പച്ചരി വെള്ളത്തിൽ കുതിർത്താനായിട്ടിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് കുതിർത്താനായിട്ടു. ഇപ്പോൾ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ പച്ചരി വെള്ളത്തിൽ കുതിർത്താനായിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ 2-3 വെള്ളം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. ഇതിപ്പോൾ കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു അരിപ്പയിലോട്ടിടാം. അപ്പോൾ ഞാൻ വെള്ളം വാർന്നു പോകാനായി ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരല്പം സെൻറ്ററിൽ കുഴിച്ച് കൊടുത്താൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോകും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അളവ് കപ്പിൽ 240 ml അളവ് കപ്പിൽ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ശർക്കര ഇനി നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതിനെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. വരിക്ക ചക്കയാണ് ഇത്. ഒരുപാട് മധുരം ഇല്ല, ഒരു മീഡിയമായിട്ടുള്ള മധുരമുള്ള ചക്കയാണ്. അപ്പോൾ 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 240 ml അളവ് കപ്പ്. അതിൽ 1 കപ്പ് ഇതാ എടുത്തിട്ടുണ്ട്. ഇത് ഈ പ്ലേറ്റിൽ 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി നമ്മൾ അരിയുടെ കൂട്ടത്തിലിട്ട് അരച്ചെടുക്കണം. ശർക്കരപ്പാനി കുറച്ച് തിക്കായിപ്പോയി. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ഇത് അരിച്ചിട്ടില്ല, അരിച്ച് നമുക്ക് ഇത് 3ഉം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ചക്ക, അരി, ശർക്കര അരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ അരച്ചെടുത്തു. ഫൈൻ പേസ്റ്റ് അല്ല, കുറച്ച് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി കൂടെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം തന്നെ അരച്ചെടുത്തു. 3 പ്രാവശ്യമായിട്ട് അരച്ചു. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലുണ്ട്. മധുരമൊക്കെ അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. കുറച്ച് ഏലക്കായ കൂടെ പൊടിച്ച് ചേർക്കണം. ഇത്രയും ഏലക്ക തൊലി കളഞ്ഞിട്ട് പൊടിച്ച് ചേർക്കാം. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. നമുക്ക് ഒരുപാട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉടനെ ചുടാം. എന്നാലും അരമണിക്കൂറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഒരു ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തു. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ മാവിൽ തണുക്കുമ്പോൾ മാവിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ നെയ്യിൽ തേങ്ങ വറുത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാവ് കുറച്ച് തിക്കാണ്. ഒരു അല്പം ശർക്കരപ്പാനി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം നോക്കിയിട്ട്, മധുരം കുറവാണെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മധുരം ആവശ്യത്തിന് മതി എന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിനേക്കാളും ഒരല്പം കൂടെ നമുക്ക് ലൂസാക്കി എടുക്കണം. ഒരുപാട് ലൂസാകണ്ട, ഒരല്പം. അപ്പോൾ ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മാവ് നേരത്തെ രാത്രിയിലാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത ഉടനെ തന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് വയ്ക്കരുത്, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുളിച്ച് പോകും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ രാവിലെ എടുത്ത്
നമ്മൾ ഈ നെയ്യൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു. കുറച്ച് തിക്കായിരുന്നപ്പോൾ കുറച്ച് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയും ഒഴിച്ചു കൊടുത്തു. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ചൂടാകുമ്പോൾ നമുക്കിത് മാവ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് കൂടി പോകാനും പാടില്ല, തീരെ കുറയാനും പാടില്ല. ഒരുപാട് കൂടിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. തീരെ കുറഞ്ഞു പോയാൽ എണ്ണ ഒരുപാട് കുടിക്കും. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കളറാകുമ്പോൾ എടുക്കാം. ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇടുന്നത് പെട്ടെന്ന് റെഡിയാവും. നമ്മളിവിടെ എല്ലാം ചുട്ടെടുത്തു. അപ്പം ഒരു 3 കപ്പ് അരി കൊണ്ട് നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.